ചോദിച്ചു നോക്കാം. ഇതെങ്ങനെയാ സെറ്റപ്പ്, നമുക്ക് ഭാഷയൊന്നും അറിയില്ല, ചോദിച്ചു നോക്കാം. വണ്ടിക്ക് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം എന്നിട്ട് എന്തോ പണിയിട്ടിട്ട് നിർത്തിയിട്ട് വണ്ടി. ടെക്നിക്കൽ എററുണ്ട്, ഗ്ലിച്ച് അന്നക്കുട്ടിയുടെ ഭാഷയിലത്തെ. ഇവിടെ ഞങ്ങള് താമസിക്കുന്ന ഹോട്ടലിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ഇവിടെ അപ്പനെ മക്കൾ ആടി തിമർക്കാണ് സ്വിമ്മിംഗ് പൂളിൽ കിടന്നിട്ട്. ഞാനപ്പോൾ അത് കാണിച്ചു തരാം കേട്ടോ, അവരറിയാം, കാണിച്ചു തരാം. ഒരു മിനിറ്റ്. എണ്ണക്കുട്ടി ഇറങ്ങണുണ്ട്. എണ്ണക്കുട്ടി ഇയാളും ഉണ്ണിക്കുട്ട് അപ്പോട്ട് ഇവിടെ ആടി തിമർക്കുണ്ട്. ഉണ്ണിക്കുട്ട നന്നായി നീന്തും. എണ്ണക്കുട്ടി പഠിച്ചു തരണോ? അപ്പോൾ അത്ര വർഷമില്ലേ നീന്താ? ഉണ്ണിക്കുട്ടൻ്റെ കയറിയിട്ട് ചാടുന്നുണ്ട് വെള്ളത്തിൽ. ഉണ്ണിക്കുട്ടനെ ചാടാൻ പോകുന്നുണ്ട്. അമ്മ അങ്ങനെ അവസാനം വെള്ളത്തിലിറങ്ങി. എടുക്കും. നമ്മുടെ ഹോട്ടലിൻ്റെ നേരെ മുമ്പിലുള്ള സ്ഥലങ്ങളാട്ടതൊക്കെ. ഇതാ കാണുന്ന നമ്മുടെ ഹോട്ടല്. ഇത് വേറൊരു ഹോട്ടലാണ്, പേര് എന്നിട്ട് പിക്കാട് അങ്ങനെ എന്തോ പേര്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ നമുക്ക് ഒരു ബസ് ലൈൻ ഉണ്ട് 395. നമ്മൾ നിൽക്കണത് ഇപ്പോൾ ഒരു നമ്മൾ ട്രാം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു സ്റ്റേഷൻ്റെ അവിടെയാണ്. അത് ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് അല്ല, ഇവിടുന്ന് അങ്ങോട്ട് ആ സൈഡിലേക്ക് നമുക്ക് നമ്മുടെ ഈ പാരീസ്, അതായത് ഈഫൽ ടവർ, ആ ഭാഗങ്ങളൊക്കെ ഈ സൈഡിലേക്കാണ് പോകേണ്ടത്. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യണ്, വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ് രാത്രിയിലത്തെ കാഴ്ചകൾ എങ്ങനെയൊന്ന് കാണാനായിട്ട്. അപ്പോൾ വണ്ടി വരാൻ ഇനി നമുക്കൊരു 6 മിനിറ്റ് ഉണ്ട്. ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് ചാറ്റിലോൺ അങ്ങനെ സ്ഥലത്തേക്ക്. അന്നക്കുട്ടി ഉണ്ണിക്കുട്ടിന് നമ്മുടെ വഴിയുടെ പോണവർക്ക് ടാറ്റ കൊടുക്കാൻ നിൽക്കട്ടെ. അവർ കാണിക്കണ്ടോന്നറിയാം, ആരും കാണിച്ചു തോട്ടെട്ടാ. നമുക്ക് നോക്കട്ടെ അവരാരെങ്കിലും കാണിക്കണ്ടോ നോക്കട്ടെ. ഇവർ തുടർച്ചയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് വീഡിയോയിൽ കിട്ടുമെന്നറിയില്ല. ഇല്ല, അവർ കാണിച്ചില്ല, അയാൾ കാണിച്ചില്ല. നോക്കണില്ല. അവർക്ക് ആറോടിക്കാൻ ശ്രദ്ധിക്കണം. നിന്റെ ടാറ്റ് തട്ടലല്ല, ഇവിടുത്തെ കുറെ വണ്ടി, ഇവിടുത്തെ അടിപൊളി വണ്ടികളുണ്ട് കേട്ടോ അവിടെ. ആ ബസ്സിൽ ഒരാളും ഇല്ല, കാലുവണ്ടിയാ. ഇതേ വണ്ടി പോണു, മറ്റേ വണ്ടി ശ്രദ്ധിക്കുന്നില്ല ഉണ്ണിക്കുട്ടാ. നിവൃത്തിയില്ല, എല്ലാരും അവര് ബിസിയില്ല. പിന്നെ വേറെ കാര്യണ്ടേ, രാത്രി നേരമാകുമ്പോഴേ ആൾക്കാരെ അധികം കുറയും. പിന്നെ രാത്രി നേരമാകുമ്പോ പ്രാന്തെടുത്തിട്ടാവുമ്പോ ഉണ്ടാവും. എങ്ങനെ വീട്ടിലെത്തിയാൽ മതി ഉണ്ടാവുള്ളോ. കാണിച്ചു അടിപൊളി.
കുഞ്ഞു കുട്ടികളെല്ലാം പിള്ളേരല്ലേ അവരെല്ലാം കാണിച്ചുകൊണ്ടിരിക്കണേ. ഓ ഒരു പ്ലെയിൻ പോകുന്നു ആ സൈഡിൽ. അത് കാണില്ല. അവിടെ ഒരു പ്ലെയിൻ പോകുന്നുണ്ട്, ചെറിയൊരു പ്ലെയിൻ. നമ്മുടെ വണ്ടി വരാറുണ്ട് നേരെ അതിൻ്റെ 2 മിനിറ്റ് കൂടെയുള്ള വണ്ടി വരാൻ. ട്രാം അപ്രോച്ച് എന്ന് പറയുന്നുണ്ട്, ട്രാം അപ്രോച്ച്. സ്റ്റേഷന്റെ പേരാണ് ഇത് ചാറ്റിലോൺ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ 13-ാം നമ്പർ വണ്ടി വന്നു എന്നാ ഇതാണ്. ഫ്രഞ്ച് ഒട്ടും മനസ്സിലാവട്ടെ. ഫ്രഞ്ച് ഭയങ്കരമായിട്ടാ. ജർമ്മൻ അതായത് ഇതേണ്ട എഴുതിണേണ്ട. ഇപ്പൊ ഇവിടെ വണ്ടി വരുന്ന സിമ്പിളാ കാണിച്ചാണ് ഐക്കോൾ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട. അവിടെ ഇതേ കണ്ട വണ്ടി വന്നു കണ്ട കറക്റ്റായിട്ട് വണ്ടി വന്നു സമയത്ത്. ഇതാണ് വണ്ടി. നമുക്ക് അങ്ങടാനുള്ള വണ്ടിയില്ല പോണ്ടേ. ഇപ്പൊ വരും, നമുക്ക് 2 മിനിറ്റ് കൂടി ഉണ്ട്. ഇത് വണ്ടി ഇതേ പോയി. കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ വണ്ടി. നല്ല ലുക്ക് ഉണ്ട്. മെട്രോന്റെ വണ്ടി പോലെ ഉണ്ട്. ട്രാമിന്റെ ലൈൻ എങ്ങനെയാന്ന് മനസ്സിലായില്ല. അത് 2 റെയിലുമയോടല്ലേ പോണേ. ചെറിയ റെയിലാ കണ്ട, ഒറ്റ റെയിലുള്ളോ കണ്ട. അവിടെ കമ്പി ഉണ്ട് സംബന്ധിച്ചു. അത് ഇലക്ട്രിക്. അടിയിൽ കണ്ട, അടിയിൽ ഒറ്റ ലൈനുള്ളോ. 2 ലൈൻ ഉണ്ട്. ഇവിടെ ഒറ്റ ലൈനുള്ളോ കണ്ട, ഒറ്റ ലൈനുള്ളത്, ഒറ്റ ലൈനുള്ളോ. അതോടെ പോവില്ലല്ലോ. അതോടെ അപ്പുറത്തോടെ ഇപ്പുറത്തോടെ പോവാ. എന്താ അവരിപ്പോൾ ആ ചോന്ന ഉടുപ്പിട്ട ആൾക്കാർ ആളെന്തോ നമ്മളോട് പറഞ്ഞിട്ടാ, നമുക്കൊന്നും മനസ്സിലായില്ല. നമ്മുടെ വണ്ടി വന്നു. ചാറ്റ് മനസ്സിലായി. ചാറ്റ് ലോൺ എന്ന് പറഞ്ഞപ്പോൾ ഈ ചാറ്റ് ലോണാണുള്ളത് അങ്ങോട്ട് പോണത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചാറ്റ്. നമ്മൾ അടുത്ത വണ്ടി കയറുന്നു. അതായത് ഇത് കാർഡ് ഇട്ടേ, കാർഡ് കിടക്കണം. കാർഡ് വാലിഡേറ്റ് ചെയ്യുന്ന മെഷീൻ. ഇത് കാർഡ് വാലിഡേറ്റ് ചെയ്യുന്ന മെഷീൻ. നമുക്കധികം ദൂരം പോകാൻ തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാതെ ഈ ദൂരം പോകുന്നില്ല. നമ്മളടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാനുള്ളതാണ്, വേറൊന്നുമില്ല. ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഇന്ന് ഡേ ടിക്കറ്റ് എടുത്താണ്. അപ്പോൾ ഡേ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഫുൾ ഡേ ട്രാവൽ ചെയ്യാം. ഇന്നലെ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഇന്നലെ ഞങ്ങൾ ട്രാവൽ ചെയ്തപ്പോൾ ഓരോ സിംഗിൾ ടിക്കറ്റ് എടുത്തേ. അതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അധികം ദൂരം പോകാനില്ലായിരുന്നു. ആകെ ഡിസ്നി ലാൻഡിലേക്ക് മാത്രമേ പോകണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ പോയിട്ട് ഇടയിൽ വെച്ച് നമ്മളെ പിടിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു അടൽ ടിക്കറ്റ് എടുക്കണം ഉണ്ണിക്കുട്ടനെ, എന്നാൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. അവർ പക്ഷേ നമുക്ക് ഓൾറെഡി ഇവരുടെ ഇൻഫർമേഷൻ ഡെസ്കിൽ നിന്നാണ് നമുക്ക് ഈ ഉണ്ണിക്കുട്ടൻ്റെ ടിക്കറ്റ് തന്നെ. അവർ നമ്മളോട് പറഞ്ഞിട്ടില്ല ഈ കാര്യം. കുട്ടികളുടെ ടിക്കറ്റ് നമുക്ക് എടുത്തു തന്നെ. അവർ നമ്മൾ പൈസ പറഞ്ഞപ്പോൾ അവർ മതി എന്നാണ് പറഞ്ഞത്. എന്നിട്ടാണ് ഈ 35 യൂറോ നമ്മുടെ കയ്യിൽ നിന്ന് പോയി. ആവശ്യമുണ്ട്, കുഴപ്പമില്ല. എന്തായാലും അത് എക്സ്പീരിയൻസ്. അപ്പോൾ വരുമ്പോൾ ബെറ്റർ നമുക്ക് ട്രാവൽ ഉണ്ടെങ്കിൽ ഡേ ടിക്കറ്റ് എടുക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഫുൾ ഡേ ട്രാവൽ ചെയ്യാമല്ലോ നമുക്ക്. അങ്ങനെ ഇപ്പോൾ ഇന്ന് കുറേ സ്ഥലത്തേക്ക് പോയ കാരണം നമ്മൾ ഡേ ടിക്കറ്റ് എടുത്തു. അപ്പോൾ നമുക്ക് പിന്നെ രാത്രി ഉണ്ടെങ്കിൽ ഡേ ടിക്കറ്റ് എടുക്കാൻ ലാഭം. ഇപ്പോൾ നമ്മളടുത്ത സ്റ്റേഷനിലെത്തി. നമ്മൾ ഇവിടെ ഇറങ്ങുകയാണ് അല്ലേ. ഇവിടെ ഇറങ്ങാറായിട്ടാണ്. ഇവിടെ ഇറങ്ങാം. ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങി അന്നെ കുട്ടി ഉണ്ണി ചമ്മ വേണ്ടി നടക്കുന്നു. ബോർജോയെ ബോർജോന മഞ്ഞുകുട്ടി ഫ്രഞ്ച് കരി ബോജു മെസ്സിയ വെറുതെ എനിക്കറിയില്ലട്ടാ. നമ്മുടെ ഹോണ്ടയുടെ കട ഇവിടെ ഉണ്ടിട്ടാ. കടക്ക് നമുക്ക് കടയാണിത്. കടയാണോ ഷോറൂമാണെന്ന് എനിക്കറിയില്ല. കടയുണ്ട് ഇവിടെ ഹോണ്ടയുടെ കട. അവിടെ ഒരു കട കണ്ട, അവിടെ ഒരു കട കണ്ട. ആ കടയിൽ ഈ മറ്റേ ചിക്കൻ തന്തൂരി ചിക്കനൊക്കെ ഇല്ലേ, അതൊക്കെ കിട്ടുന്നുണ്ട്. ഒരു കുന്ന ആൾക്കാരുണ്ട് അവിടെ. ഞങ്ങളവിടെ ക്യൂ ആണ്. അവിടെ ഞങ്ങൾ നോക്കിയപ്പോൾ ഒരു കുന്ന ആൾക്കാരവിടെ. എന്തായാലും നമുക്ക് കിട്ടുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ നോക്കി നോക്കാം, വാങ്ങിക്കാൻ പറ്റും നോക്കാം. നമ്മുടെ നാട്ടിലത്തെ അൽഫാമൊക്കെ ഇല്ലേ, തിന്നിട്ട് കുറേ നാളായി അൽഫാമൊക്കെ. എരിവ് ഉണ്ടാവാൻ ചാൻസ് കുറവുണ്ട് നോക്കിയാൽ. പക്ഷെ കണ്ടിട്ട് എരിവ് നല്ലോണം ഉണ്ട് കേട്ടാ, നല്ല എരിവുണ്ട്. നമ്മൾ അതന്നെ കഴിക്കില്ല ചിലപ്പോൾ. നോക്കാം. നമ്മൾ പിന്നെയും വണ്ടിയിൽ കയറിയിട്ടാ. വണ്ടിക്ക് എന്തോ ടെക്നിക്കൽ പ്രോബ്ലം എന്നിട്ട് എന്തോ പണിയിട്ടിട്ട് നിർത്തിയിട്ട് വണ്ടി. ടെക്നിക്കൽ എററുണ്ട്. ഗ്ലിച്ച് അന്നക്കുട്ടിയുടെ ഭാഷയിലത്തെ ഗ്ലിച്ച് ഉണ്ട്.
പക്ഷേ എന്തോ വണ്ടിക്കിടെ പിന്നെ വണ്ടി എടുത്തു, പെട്ടെന്ന് വണ്ടി ഒറ്റ സ്റ്റക്കായി വഴി നിർത്തി. ഇപ്പോൾ പോയി തുടങ്ങി, വലിയ കുഴപ്പമില്ലാണ്ട് പോയിട്ട്. ആ ശരി 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 ഇപ്പം ശരി. എന്തോ പറഞ്ഞു, മനസ്സിലായി, ഫ്രഞ്ചിൽ പറഞ്ഞേ, നമുക്കൊന്നും മനസ്സിലായില്ല. അന്നക്കുട്ടി തിരിച്ചു വരുമ്പോൾ ഉറങ്ങി തുടങ്ങി. സൂപ്പർ അന്നക്കുട്ടി വായ പടച്ചു കുറച്ച് നേരത്തെ. മുന്നോട്ട് കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടു തോന്നുന്നു. ഞങ്ങളൊരു സത്യം പറയാം, ഞങ്ങൾ നട്ടപ്പാതിരക്ക് ഐസ്ക്രീം തിന്നാൻ ആഗ്രഹത്തോടെ വന്നതാ. പക്ഷെ എല്ലാ കടകളും അടച്ചു, ഒന്നും തോന്നിട്ടില്ല. ഇവിടെ ആരും ഐസ്ക്രീം തിന്നില്ല. ഇവിടെ ആരും ഐസ്ക്രീം കഴിക്കില്ല. ഇപ്പൊ 10 മണി ഞാൻ കളങ്ങി തിരിഞ്ഞെത്തിയിട്ട് ഇവിടെ ഒന്നും കളങ്ങിയിട്ടില്ലേ, ആരും കഴിക്കില്ലെന്നുണ്ട്. നാളെ കാലത്ത് അവസാനം നമ്മൾ ഇതിലേക്ക് എത്തിയില്ല. ചോദിച്ചു നോക്കാം, ഇതെങ്ങനെയാ സെറ്റപ്പ്, നമുക്ക് ഭാഷ ഒന്നും അറിയില്ല, ചോദിച്ചു നോക്കാം. ഇതാണ് ഫുൾ ചിക്കൻ, വെള്ളം പോലെ വിലയുണ്ടിട്ട്. പക്ഷേ ചിക്കൻ ഇരിക്കുന്നു, നല്ല രസം പറ്റിച്ചത് മേടിച്ചിട്ടുണ്ട്. ചിക്കൻ അല്ല, പഴം അവിടെ ഇരിക്കുന്നു. two full chicken. Yeah, 2. Yeah. More chicken, yeah? Yeah. One for you. Yeah, one for him. Papa, Mama, Daddy and Mommy go to sleep without eating food. No food. ഇത് ചിക്കനാ. Voilà pour... That's 15 you. Thank you, madam. Thank you. Have a lovely one, enjoy. Yeah, see you then. Bye bye. Bye, take care, bye. Thank you. അങ്ങനെ നമുക്ക് ഫുഡ് കിട്ടി, നമ്മളങ്ങനെ പോകാൻ പോവാണ് തിരിച്ച്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് വീട്ടിലെത്തി, കഴിക്കാൻ പോവാണ്. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ചിക്കൻ, മുഴുവൻ ചിക്കൻ. നല്ല ഭംഗിയൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അൽഫാം പോലെ ഉണ്ട്. ഫുൾ ചിക്കൻ വെന്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതേ നമ്മൾ വിചാരിച്ച പോലെ കേട്ടാ, നമ്മൾ വിചാരിച്ചതേ എരിവില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലെന്നാ. പക്ഷേ സൂപ്പറായിട്ട് ഇട്ടത്, നമ്മൾ എരിവൊന്നും വേണമെന്നില്ല, അല്ലാണ്ട് തന്നെ ചെറിയൊരു മസാല. പിന്നെ പാപ്രിക്കാണ് ഇട്ടാണ്. പാപ്രിക്ക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എരിവില്ലാത്ത മുളകില്ലേ, ക്യാപ്സിക്കം, അതിൻ്റെ പൊടി. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരുപാട് എരിവിരുന്നു, സൂപ്പറായിട്ടുണ്ട്. കുട്ടിയൊക്കെ നല്ല നന്നായി കഴിക്കുന്നുണ്ട്. ഉണ്ണിക്കുട്ടൻ്റെ അവിടെ നിന്ന് മാംസം മാത്രം കഴിച്ചോക്കട്ടെ. അടിപൊളി. ഉണ്ണിക്കുട്ട ഇനി ഉണ്ണിക്കുട്ട കഴിച്ചോക്കി തന്നെ സൂപ്പറായിട്ടല്ലേ ഉണ്ണിക്കുട്ടി? നമ്മൾ മലയാളികളെ ഞങ്ങളപ്പോൾ തിരിച്ചു പോവാണ്. ടൂറ് കഴിഞ്ഞു, ഒരു 5 ദിവസത്തെ ടൂറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.